കുഞ്ഞുങ്ങളോട് ക്രൂരത, പ്രത്യേകിച്ചും 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ആ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഞെട്ടാറില്ല ഇപ്പോൾ. കാരണം റേപ്പും എല്ലാ തരത്തിലും ക്രൂരതകൾ ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ കേരള സമൂഹത്തിൽ. അക്കൂട്ടത്തിൽ എന്നെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ഇന്ന് കേട്ടത്. അംഗനവാടിയിലെ 3 വയസ്സുകാരുടെ കൈപിടിച്ച് തിരിച്ചു അംഗനവാടി ടീച്ചർ, അതിക്രൂരത കാണിച്ചു എന്നൊരു വാർത്ത. ഇതിലെന്താണ് സത്യാവസ്ഥ? ഇത് സംഭവിച്ചത് തന്നെയാണോ? സംഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഇത് കോഴിക്കോട് താമരശ്ശേരിയിലുള്ളൊരു അംഗനവാടിയിലാണ് സംഭവം. വേറൊന്നുമല്ല, 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണ് ആ അംഗനവാടിയിലുള്ളത്. അമ്മയുടെ ഒരു ബൈറ്റ് കാണാനിടയായി. അമ്മ പറയുന്നത് കുട്ടിയെ രാവിലെ അംഗനവാടിയിൽ കൊണ്ടുവിട്ടു, അമ്മയ്ക്ക് പോകണമായിരുന്നു. അപ്പോൾ ടീച്ചറോട് അമ്മ തന്നെ പറയുന്നു കുട്ടിയെ പിടിച്ചു വെച്ചോളൂ എന്ന്. അപ്പോൾ ടീച്ചർ കുട്ടിയെ നോർമലി എല്ലാവരെയും പിടിച്ചു വെക്കുന്നത് പോലെ തന്നെ ആ കുട്ടിയെയും പിടിച്ചു വെച്ചു. അതിനുശേഷം കുട്ടി അംഗനവാടി ടൈമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. പിന്നെ കുട്ടിക്ക് ഇതുപോലെ കൈവേദന എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന അമ്മ ടീച്ചറെ വിളിച്ച് ചോദിക്കുന്നു, ടീച്ചറെ കുട്ടി അംഗനവാടിയിൽ വീണോ എന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞില്ല, വീണിട്ടൊന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവൾ അന്നത്തെ ദിവസം നടന്ന സംഭവങ്ങളെല്ലാം അമ്മയോട് വിവരിക്കുന്നു. അപ്പോൾ അമ്മ അങ്ങ് അസ്യൂം ചെയ്തു രാവിലെ കുട്ടീനെ ടീച്ചർ എടുത്ത വഴിക്ക് കുട്ടിയുടെ കൈ തെന്നി, കൈമുട്ടോ കുഴ തെന്നിയതാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിലവിൽ ഹോസ്പിറ്റലാണ്, കുഞ്ഞ് ഹോസ്പിറ്റലായിരുന്നു. ടീച്ചർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതിനകത്ത് എങ്ങനെയാണ് പരാതി കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്ത് മാനദണ്ഡമാണ് ഇതിനകത്തുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആദ്യം ഈ വാർത്തകളുടെ ഹെഡ്ലൈൻ കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ചെറിയ കുഞ്ഞിനോട് ക്രൂരത എന്ന് പറഞ്ഞാണ് ടാഗ് വന്നത്, അല്ലെങ്കിൽ ടൈറ്റിൽ വന്നത്. എന്ത് ക്രൂരതയാണെന്ന് സ്വാഭാവികമായിട്ട് ഈ പൊടിക്കുഞ്ഞിനോടൊക്കെ കാണിക്കാൻ തോന്നും. അതിനുശേഷം വാർത്തയുടെ ഉള്ളടക്കം മുഴുവൻ കണ്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈവൻ ആ വാർത്ത അവതരിപ്പിച്ചവർക്ക് പോലും അതിനെ ഒരു ക്രൂരതയായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്തതായിട്ട് പറയാൻ പറ്റില്ല, അല്ലേ? അതെ, കാരണം 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള അംഗനവാടി ടീച്ചറാണ്. അവരുടെ ബൈറ്റ് നമ്മൾ കണ്ടതാണ്. അവരുടെ ആ മുഖം കണ്ടാൽ നമുക്ക് തോന്നില്ല ഒരിക്കലും. അത് മാത്രമല്ല, അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപികയാകുമ്പോൾ അവർക്ക് അറിയാം കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കണം. അമ്മ ചിലപ്പോൾ 3 വർഷമായിട്ടുണ്ടാവും ഒരു അമ്മയായിട്ട്. ടീച്ചർ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ നിരന്തരം ദിവസേന കണ്ടുകൊണ്ടും അവരെ ഒരു കുഞ്ഞിനെ നോക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും, കുഞ്ഞുങ്ങളുള്ളവർക്കും കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുള്ളവർക്കും നല്ല രീതിയിൽ മനസ്സിലാവും. മിക്ക അമ്മമാരും അംഗനവാടി കൊണ്ട് കുഞ്ഞുങ്ങളെ ആക്കുന്നത് എന്തായാലും പഠിപ്പിക്കാനല്ലെന്ന് നമുക്ക് പച്ചവെള്ളം പോലെ നമ്മളെ കരിയാഹാരം കഴിക്കുന്ന മലയാളികൾ, നമ്മളും അമ്മമാരാണ്. നമ്മുടേതായ കാര്യങ്ങൾ നടക്കണം, എന്തെങ്കിലും ആവശ്യങ്ങൾ കാണും. അല്ലെങ്കിൽ 3 വയസ്സുകാരി അക്ഷരം പഠിപ്പിച്ച് കളക്ടറാക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല അംഗനവാടിയിൽ കൊണ്ട് ചേർക്കുന്നത്. നമ്മുടെ സൗകര്യത്തിന് കുഞ്ഞിന് ഇച്ചിരി ഒറ്റ കുട്ടികളാണ് മിക്കടുത്തും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി മാനസികാരോഗ്യം കിട്ടിക്കോട്ടെ, കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കളിച്ചോട്ടെ, പിന്നെ വീട്ടിലും ഇച്ചിരി മാറിയിരുന്നാൽ അമ്മമാരുടെ ജോലികൾ ചെയ്യാം എന്ന രീതിയിലാണ് മിക്കടുത്തും. തൊട്ട് ഒരു ഒറ്റ 10-100 മീറ്ററിനപ്പുറം ആയിരിക്കും അംഗനവാടികൾ. സോ അംഗനവാടിയിൽ കൊണ്ടാക്കുന്ന അതിനൊക്കെ തന്നെ വേണ്ടിയാണ്. അതുകൊണ്ട് അംഗനവാടി ടീച്ചർ പിന്നെ അറിയാം 3 വയസ്സുള്ള മക്കളെ എങ്ങനെ നോക്കും. ഇച്ചിരി സ്ട്രിക്റ്റ് ആവും, ഒരിക്കലും ഒരു വഴി എടുക്കാറില്ല, സ്ട്രിക്റ്റ് ആകും. ആ സ്ട്രിക്ട്നെസ് കാണിച്ചേ പറ്റൂ, കാരണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കില്ല. പിന്നെ കരച്ചിലും ബഹളവും ഒക്കെ സ്ഥിരമുള്ളത് തന്നെയാണ്. ഒരാളെ നോക്കാൻ ഇത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു പക്ഷേ അവിടെ 5 പേരുണ്ടാവും, 10 പേരുണ്ടാവും. ഇത്രയും പേരെ നോക്കുന്ന ആ ടീച്ചർ എന്തോരം ബുദ്ധിമുട്ട് നേരിട്ട് കാണും. ഇതിപ്പോൾ ഇവിടെ ഈ അമ്മ തന്നെയാണ് പറയുന്നത് അമ്മയ്ക്ക് പോകണം, കുട്ടീനെ അകത്തേക്ക് ഇരുത്തിക്കോ എന്ന് പറയും. അരമണിക്കൂർ അവരെ വെയിറ്റ് ചെയ്തിട്ട് പറയും അത്യാവശ്യം ഒന്ന് പോകണം, നിങ്ങൾ അവൾ കിടന്ന് കരഞ്ഞത് കൊണ്ട് അകത്തേക്ക് വലിച്ചിരുത്തിക്കോളാൻ പറഞ്ഞിട്ട് അവരത് ചെയ്തു. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ആ ടീച്ചർ, എനിക്ക് അറിഞ്ഞുകൂടെ ഒരു കുഞ്ഞിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ എങ്ങനെ വലിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇരുത്തണം. അമ്മയുടെ ബൈറ്റിൽ അമ്മ ക്ലാസ് എടുക്കുന്നുണ്ട്. തീർച്ചയായും ഒരു കുഞ്ഞിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ കക്ഷം ചേർത്ത് പിടിക്കണം, കൈക്കുഴ പിടിച്ച്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ കൈയുടെ ഏതെങ്കിലും ഒരു ഭാഗം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കുഴയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഷോൾഡറോ ഒക്കെ കുഴ തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് അവിടെ എന്ത് പിടിച്ച് വലിച്ചാൽ അത് പിന്നെയും തെറ്റാനുള്ള ഒരു പോസിബിലിറ്റി ഒരു മുൻപ് ഈ കുഞ്ഞിന് പറയുന്നുണ്ട്. ഈ അമ്മ തന്നെ പറയുന്നുണ്ട് ഇതിന് മുൻപ് കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും അവർ ആ പിടിച്ച കൂട്ടത്തിൽ അതും അവർ പറയുന്നുണ്ട് കുഞ്ഞ് അപ്പോഴൊന്നും കരയുന്നില്ല. ആ ടീച്ചറിന്റെ കൂട്ടത്തിൽ തന്നെ അടുക്കളയിലും ഒക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നടന്നു. ദിവസം മുഴുവൻ അങ്ങനെയായിരുന്നു. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ടിരുന്നപ്പോൾ കരയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പറഞ്ഞു ഉച്ചയ്ക്ക് അമ്മ വരുമ്പോൾ എന്തായാലും കുഞ്ഞിനെ പറഞ്ഞ് വീട്ടിൽ വിടാമെന്ന് പറഞ്ഞു. അമ്മയെ വിളിച്ചു വരുത്തി വീട്ടിൽ വിട്ടു. അപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. വൈകുന്നേരം ആയപ്പോഴാണ് ഈ അധ്യാപികയോട് വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ സീരിയസ്ലി കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നല്ല രീതിക്ക് തന്നെ പിച്ച് ചെയ്യുന്നുള്ളതൊക്കെ ചെയ്യുന്ന അധ്യാപകരുണ്ട്, ഇല്ലെന്ന് നമ്മളത് പറയുന്നില്ല. അവരെ നമ്മൾ പൂർണ്ണമായിട്ടും വെള്ളപൂശുമല്ല. പക്ഷേ അക്കൂട്ടത്തിൽ നിരപരാധികളായ അധ്യാപകർ പെട്ടുപോകുന്ന കുറേ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇവരിപ്പോൾ ഈ 10-20 വർഷത്തോളം സർവീസിലിരിക്കുന്ന ഒരു അധ്യാപികയാണ്. സ്വാഭാവികമായിട്ടും ഇത്രയും വർഷമായിട്ട് അവർ വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടാണ് അവരുടെ ജോലി. അവർ ഇത് ഭയങ്കര സന്തോഷത്തോടെയാണ് കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത്, അല്ലെങ്കിൽ 100% ആത്മാർത്ഥതയോടാണ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ ആത്മാർത്ഥതയെ കൂടെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചത് ഒരു മുറിവേൽക്കും. അപ്പോൾ അവർ ചിന്തിക്കും സ്വാഭാവികമായിട്ടും ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് നിന്നിട്ടും എനിക്കിത് കേൾക്കേണ്ടി വന്നല്ലോ, എനിക്കെതിരെ പരാതി പോയല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് മാനസികമായി തകർക്കാൻ അത് മാത്രം മതി, വേറൊന്നും വേണ്ട. കാരണം കുഞ്ഞുങ്ങളെ നോക്കുന്നത് നിസ്സാര കാര്യമല്ല.
അപ്പൊ ഇത്രയും കുഞ്ഞുങ്ങളെ ഒരുമിച്ച് നോക്കുന്നത് അവർ പറയുന്നുണ്ട് ഒരു റോഡ് സൈഡിലാണ് ഈ അംഗനവാടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികളും റോഡിലോട്ട് പോവാതെ നോക്കേണ്ട ഉത്തരവാദിത്തം മുഴുവൻ അവർക്കുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് അവർ ചെയ്തു വരുന്ന ജോലി അവരെ നമ്മൾ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനും വണ്ടികൾ അപകടം ഉണ്ടാവാതിരിക്കാനും ഒക്കെ അവർ അത്രയും അതീവ സുരക്ഷിതമായി നോക്കിയിട്ടാവണമല്ലോ. ഇന്നുവരെ മറ്റൊരു കംപ്ലൈന്റോ അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു അംഗനവാടി കോഴിക്കോടുള്ള താമരശ്ശേരിയിലെ ഈ അംഗനവാടിയെ പറ്റി മറ്റൊരു കംപ്ലൈന്റ് ഉള്ളതായിട്ടോ ഒന്നും ഇതിനോടകം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതും പൊങ്ങി വന്നില്ല. പക്ഷെ ഇതുവരെ അങ്ങനെ ഒന്നും കേട്ടില്ല അല്ലേ? അതെ അതെ. അത് മാത്രമല്ല ഈ കള്ളക്കേസ് കൊടുക്കുക എന്നുള്ളത് പുത്തരിയായിട്ടൊന്നുമല്ല. അംഗനവാടിക്കെതിരെയും അംഗനവാടി ടീച്ചർമാർക്കെതിരെയൊക്കെ പർപ്പസിലേക്ക് നമ്മുടെയൊക്കെ നാട്ടിൽ ലോക്കൽ ഏരിയയിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ മോള് പഠിച്ചിരുന്ന സ്കൂളിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അംഗനവാടിയിലേക്ക് ഇങ്ങനെയുള്ള പരാതികൾ ഉയർന്നു വന്നിട്ട് അവരെന്നോടൊക്കെ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. ചേച്ചി നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല, കുഞ്ഞിനെ വൈകുന്നേരം വരെ ഒന്ന് വടിയെടുത്തൊന്ന് കണ്ണുരുട്ടോ പോലും ചെയ്തിട്ടില്ല, എന്നിട്ടും വന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞ് ഞാൻ ആ കുഞ്ഞിനെ തല്ലിയെന്ന് വന്ന് സങ്കടത്തോടെ പറയുന്ന അംഗനവാടി ടീച്ചർ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ഇപ്പൊ ഈ അംഗനവാടി ടീച്ചർ ആരോപണം കേട്ടതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു സ്കൂളിൽ ഈ പറയുന്ന ഒരു KG ടീച്ചറിന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി അവള് സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരാത്ത ചോദ്യം ചെയ്ത സ്വാഭാവികമായിട്ടും 10-25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ചെറുപ്പക്കാരിയായ ടീച്ചറാണ്. ആ ടീച്ചർ അത് ചോദ്യം ചെയ്തതിന് ടീച്ചർ എന്നെ അടിച്ചു എന്നുള്ള അമ്മയോട് കള്ളം പറഞ്ഞു. അമ്മ ഉദ്യോഗസ്ഥയാണ്. എന്നിട്ട് അതിന്റെ പേരിൽ ക്രോസ് ചെക്കിംഗ് ഉണ്ടായി. അവസാനം ആ തെറ്റ് ചെയ്യാത്ത ടീച്ചർ ഒന്ന് ആലോചിച്ച് നോക്കണം. തെറ്റ് അവർ പറഞ്ഞു ഞാൻ ആ കുഞ്ഞിനെ അടിച്ചിട്ടില്ല, ഞാൻ ആ കുഞ്ഞിനെ ഷൗട്ട് ചെയ്തിട്ടില്ല, അവൾ എനിക്ക് പ്രിയപ്പെട്ട സ്റ്റുഡൻ്റ് ആണ്, പക്ഷെ അവൾ കള്ളം പറഞ്ഞു, ഞാൻ ഒരിക്കലും മാപ്പ് പറയത്തില്ല. ആ ടീച്ചർ ഷട്ടം പറഞ്ഞു. അതിന് അവരോട് ലീവിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. എന്തായാലും അവർ ജീവനോടെ ഉണ്ട്, അവർ മരിച്ചൊന്നുമില്ല, തിരിച്ചവരെ സ്കൂളിൽ കയറുകയും ചെയ്തു. പക്ഷേ അത് വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയെ ചോദ്യം ചെയ്ത് പോട്ടെ, നമ്മൾ കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിൽ ഓക്കെ അല്ലേ, അതിനുള്ള വ്യക്തമായ തെളിവുകൾ വേണം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വീട്ടുകാരോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ അല്ലെങ്കിൽ അംഗനവാടി ടീച്ചറോ ആരും ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നേടാൻ വേണ്ടി ഒരുപക്ഷെ അവർ വാശി പിടിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും എല്ലാം നമ്മൾ മൂളി യെസ് വെക്കത്തില്ല, ചില കാര്യങ്ങൾ നമ്മൾ നോ പറയും. അങ്ങനെ നോ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, കരയും. അങ്ങനെ കരഞ്ഞ് കുറേ ആകുമ്പോൾ നമ്മൾ സഹിയിടുമ്പോൾ നമ്മൾ അവരോട് വഴക്ക് പറയും, ദേഷ്യപ്പെടും. നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെടുമ്പോഴേക്കും കുറേ നേരം എന്തിനാ കരയുന്ന, ആ കാര്യം കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ ആ ഒരു മെമ്മറി തന്നെ കാണില്ല. പെട്ടെന്ന് കരയുന്നതിന് എന്തെങ്കിലും ഒരു റീസൺ പറയണമല്ലോ. ചിലപ്പോൾ അങ്ങ് ഓട്ടോമാറ്റിക്കലി പറയും എന്നെ വഴക്ക് പറഞ്ഞു, എന്നെ അടിച്ചു, അല്ലെങ്കിൽ ടീച്ചർ എന്നോട് അത് പറഞ്ഞു. കുട്ടികൾക്ക് ഇത് അറിയില്ല, അതുകൊണ്ടാണ് അവരത് പറയുന്നത്. പക്ഷെ നമ്മൾ മുതിർന്നവർ അത് കേട്ട് തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ ഈ സമൂഹം എങ്ങനെ പോകും, ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കും? അതുകൊണ്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഈ മീഡിയ മൊത്തം അറിഞ്ഞു, അല്ലെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, ആ ടീച്ചറിനെ പറ്റി ഇപ്പം നമ്മളടക്കം അറിഞ്ഞു, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ എത്രയോ ആളുകൾ ഇപ്പോൾ ഇത് സംസാരിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മൾ ആ ഒരു ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു, പക്ഷേ ഇത് കേട്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിൽ പറയുന്നത് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്, എന്താണ് ആ ക്രൂരത, അല്ലെങ്കിൽ ആ ടീച്ചർ എന്താണ് ചെയ്തതെന്ന് കേൾക്കാൻ പോലും അല്ലെങ്കിൽ അവർക്കൊരു വിശദീകരണം നൽകാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ഒരുപക്ഷെ അവർ കടന്നു പോകുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ അവർ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി അല്ലെ, അതിനെയൊക്കെ ഏത് രീതിയിൽ ഇനി മുന്നോട്ടുള്ളൂ, ഇപ്പൊ നാളെ അവർ അല്ലെങ്കിൽ ഇന്ന് അവർ ജോലിക്ക് പോയിട്ട് ഇനി കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ അവർ മനസ്സിൽ എത്രത്തോളം വിഷമം സഹിച്ചു. അധ്യാപക ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു അടിയാണ് അവർക്ക് കിട്ടിയത്. കാരണം 20 വർഷത്തെ അവരുടെ സർവീസിൽ ഒരു പക്ഷേ ആദ്യമായിട്ടിരിക്കാം. ഇനിയിപ്പോ ആ അംഗനവാടിയിൽ ആ ടീച്ചറുകൊണ്ട് വരും തലമുറ പക്ഷെ ഇനി അങ്ങോട്ട് വിടാൻ മടിക്കും, കുട്ടികൾ കുറയും, എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന ലെവലിലാണ്. കാരണം ഇത് സത്യത്തിൽ പാരൻസ് കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആ ടീച്ചർ ചെയ്തതിനെ ന്യായീകരിച്ചൊന്നുമല്ല നമ്മൾ പറയുന്നത്, അവർ മനഃപൂർവ്വം അല്ലാതെ ചെയ്തിട്ടുണ്ടാവാം. ഒരു പക്ഷേ ആ കുട്ടിക്ക് നേരത്തെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടായിരുന്നിരിക്കും. ഇതൊക്കെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഒന്നെങ്കിൽ അവിടെ CCTV ക്യാമറ വെക്കണം, അവിടെ സംഭവിച്ചെന്ന് അറിയുന്നത്. ഈ കാര്യമാണെങ്കിൽ പോലും ഈ പേരന്റിന് ടീച്ചറുമായിട്ട് സംസാരിച്ച് കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇനി ശ്രദ്ധിക്കണം എന്ന് പറയായിരിക്കാം. ഈ സത്യത്തിൽ ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളുകളിലായാലും ഇപ്പൊ ഈ പറയുന്ന പോലെ നിയമപാലകരായാലും നമ്മളോട് പറയുന്ന പാരന്റ്സ് ആണ് വഷളാക്കുന്നത്. കാരണം ഇന്ന് പുതിയ നിയമങ്ങൾ, ബാലാവകാശ കമ്മീഷൻ നിയമം അനുസരിച്ച് കുഞ്ഞുങ്ങളെ തൊടാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളുടെ ബാഗ് പരിശോധിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ ഒന്ന് പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ കുഞ്ഞുങ്ങളെ നന്നാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അല്ലെങ്കിൽ പുതിയ രീതികൾ ഇവർ കൊണ്ടുവരൂ, ഇവർ തന്നെ പറഞ്ഞു തരൂ, ഈ രീതികളിൽ കുഞ്ഞുങ്ങളെ ശിക്ഷണം ചെയ്താൽ കുഞ്ഞുങ്ങൾ നന്നാകുമെന്ന് ഇവർ പഠിപ്പിച്ചു തരും. ഇവിടെ 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ യാതൊരു കാരണത്തിലും ശിക്ഷിച്ചിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല, അതിനെ അടിക്കേണ്ടതോ ഉപദ്രവിക്കേണ്ടതോ ആയ യാതൊരു പ്രകോപനങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ കുട്ടി എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വഴക്ക് പറഞ്ഞെന്നോ അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ പറഞ്ഞെന്നോ ഒക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ അമ്മ കുഞ്ഞിനെ നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ രാവിലെ അംഗനവാടിയിൽ കൊണ്ടുവിടുന്നു, തിരിച്ചു പോകാൻ നേരം കുഞ്ഞുങ്ങൾ ആണ് കരയും, തീർച്ചയായും കരയും. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ അടുത്ത് പിടിച്ചിരുത്താൻ വേണ്ടി അമ്മ തന്നെ ടീച്ചറിനോട് പറയുന്നു, ടീച്ചറെ മാറ്റിക്കോളൂ, ഞാൻ പോവാണ്. അത് നമ്മുടെയൊക്കെ ആണെങ്കിലും ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ അമ്മമാരും ചെയ്തിട്ടുള്ള അതേ കാര്യം തന്നെ. ഈ കുഞ്ഞിന് ഇതിന് മുൻപും കൈയുടെ ഈ ഭാഗം ഇങ്ങനെ തെറ്റിപ്പോയിട്ടുള്ളത് കൊണ്ട് ടീച്ചർ അത് അറിയുന്നില്ല, അല്ലെങ്കിൽ നേരത്തെ അവർ പറഞ്ഞു കൊടുക്കണമായിരുന്നു, ടീച്ചറെ ഇങ്ങനെ കുഞ്ഞിനൊരു ഇത് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അവളെ പിടിക്കുമ്പോഴും എടുക്കുമ്പോഴും ഒന്ന് സൂക്ഷിക്കണം. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ, നമ്മുടെ മക്കളെ സുരക്ഷയെ മുൻനിർത്തി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ
അത് നമ്മൾ മുൻകൂട്ടി പറയുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ ടീച്ചർ തികച്ചും അൺനോൺ ആണ്. അങ്ങനെ ഒരു സംഭവം കുഞ്ഞിനുണ്ടോ ഇല്ലയോ ഒന്നും അവർക്ക് അറിയില്ല. അവർ നോർമലി എല്ലാ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ പിടിക്കുന്നത്, അമ്മ അത് പറഞ്ഞു, അമ്മയ്ക്ക് പോകണം, അപ്പൊ കുഞ്ഞ് കരയാതിരിക്കാൻ വേണ്ടി അവര് സ്നേഹപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതൊരു ന്യൂ അഡ്മിഷൻ ആണ്, അതെന്തോ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരാഴ്ച ആയിട്ടോ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എന്തായാലും ഇതിൽ സംഭവിച്ച വലിയ ഖേദകരമായി പോയി. ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചാൽ വളരെ ഖേദമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാത്തിനെയും നമ്മളിങ്ങനെ അധ്യാപകരെ കരിവാരി പൂശുന്നത് ഒരിക്കലും ശുഭകരമായ ഒരു കാര്യമല്ല. അത് കുഞ്ഞുങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്ന, എത്രയും പെട്ടെന്ന് സുഖം അത് നാട്ടുകാർ പറയുന്ന പോലെയല്ല, സ്വന്തം അമ്മയോ അച്ഛനോ പറയുമ്പോൾ ശരിയാണ്, അവരുടെ കുഞ്ഞാണ്, അവർക്ക് പ്രിയപ്പെട്ടതാണ്, കൺമണിയാണോ ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ അധ്യാപികയുടെ ഭാഗം കൂടെ ഒന്ന് നോക്കണം, അതൊന്ന് കേൾക്കണം. കാരണം അത് കേൾക്കാതെ ഈ തംബ്നെയിലും ഒക്കെ ഇട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ അംഗനവാടികളിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുടെ ഒരു മനസ്സ്, അല്ലെങ്കിൽ ഇനി അടുത്ത പുറകെ വരുന്ന ഒരു അധ്യാപകർ തന്നെ സ്കൂളിൽ വിടാനും എല്ലാം ഇപ്പൊ പേടിയായിക്കൊണ്ടിരിക്കും. അപ്പൊ അംഗനവാടിയിലൂടെ സുരക്ഷിതമല്ലാന്ന് അറിയുമ്പോൾ അതിങ്ങനെയുള്ള മർദ്ദനങ്ങൾ എന്ന ലെവലിലേക്ക് അതിനെ ഹൈപ്പ് ചെയ്ത് കാണിക്കുമ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യാവസ്ഥ ഒരിക്കലും പുറത്തേക്ക് വരില്ല. അത് മറ്റു കുട്ടികൾക്ക്, ഈ കുസൃതി കാണിക്കുന്ന കുഞ്ഞുങ്ങളാണ്, അവർക്ക് അവരുടെ ഭാഗം അവർക്ക് അറിയില്ല, സത്യം കള്ളം എന്ന് തിരിച്ചറിയില്ല. പക്ഷെ കുസൃതികളുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ആ കുസൃതികൾ നിയന്ത്രിക്കണമെങ്കിൽ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ അവരെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. അതുപോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരെയാണ് അംഗനവാടിയിൽ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ശിക്ഷണ നടപടികൾ ഒരിക്കലും അംഗനവാടിയിൽ ഉണ്ടാവില്ല എന്ന് കരുതി എല്ലാവരും നന്മമരമാണെന്ന് പറയുന്നില്ല. ആ കയ്യബദ്ധങ്ങളും മനഃപൂർവ്വമുള്ള കുഞ്ഞുങ്ങളുടെ മർദ്ദനങ്ങളും ഒക്കെ നമ്മൾ ഇതിനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പത്രങ്ങളും മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പേരൻസ് എന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആ അധ്യാപികയുടെ ഒരു മനസ്സും അവരുടെ ഒരു എക്സ്പീരിയൻസും അവരങ്ങനെ ചെയ്യുന്നവരാണോ എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ മാധ്യമങ്ങളിലും ഇതുപോലുള്ള പരാതികളിലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനില്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്കും അതോടൊപ്പം തന്നെ ഊഷ്മളമായൊരു അന്തരീക്ഷവും ഇല്ലാതാക്കി തീർക്കുന്ന കാര്യത്തിൽ തീർച്ച.